നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. കാമുകി വഞ്ചിക്കുന്നു എന്നുള്ള സംശയത്തിലാണ് ഒരു 17 വയസ്സുകാരൻ 15-കാരിയുടെ വീടിനുള്ളിൽ കയറി ആ വീട്ടുകാർ ഉറങ്ങിക്കിടന്നപ്പോൾ അവളെ വെടിവെച്ച് കൊല്ലുന്നത്. മറ്റൊന്ന്, ഒരു 7 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കളഞ്ഞു സ്വന്തം അയൽവാസി. പിന്നീട് അയാളെ കാണുന്നത് മരിച്ച നിലയിൽ ഒരു കുളത്തിൽ മൃതദേഹമായി പൊങ്ങിക്കിടക്കുന്നതാണ്. ഈ വാർത്തകളിലേക്ക് എത്താം. സ്വാഗതം 20th അവറിലേക്ക്. കാമുകി വഞ്ചിക്കുന്നുവെന്ന സംശയം. വീടിനുള്ളിൽ കയറി ആ പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. മകൾ കൊല്ലപ്പെട്ടത് അറിയാതെ അവളുടെ വീട്ടുകാർ. വയസ്സുകാരിയാണ് 17-കാരനായ കാമുകൻ വീട്ടിൽ കയറി വെടിവെച്ചു കൊന്നത്. അവൾ മറ്റൊരാളുമായി പതിവായി സംസാരിക്കുന്നുണ്ട് എന്നുള്ള സംശയമായിരുന്നു ആ കൊലപാതകത്തിന് കാരണം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആ പെൺകുട്ടി. സക്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. പെൺകുട്ടിയുടെ വീട് അവളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെയാണ് ഈ ആൺകുട്ടി താമസിക്കുന്നത്. 1 വർഷത്തിലേറെയായി രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. പതിവായി അവർ വീട്ടുകാരറിയാതെ കാണുകയും ചെയ്യും. ഏതാണ്ട് 4 മാസം മുമ്പാണ് ഈ കാമുകൻ ജോലിക്കായി ഡൽഹിയിലേക്ക് പോയത്. പെൺകുട്ടിയുള്ളത് മുസാഫർപൂരിലും. ഇതോടെ രണ്ടുപേരും രണ്ടിടത്തായതോടെ ഇവരുടെ ബന്ധത്തിലെ ഒരു ഊഷ്മളത അതങ്ങ് കുറയാൻ തുടങ്ങി. പയ്യെ പയ്യെ അവരുടെ ഫോൺ കോളുകൾ, ഫോൺ സംഭാഷണങ്ങളൊക്കെ കുറഞ്ഞു. ഈ സമയം പെൺകുട്ടി മറ്റൊരാളുമായി സ്ഥിരം സംസാരിക്കാറുണ്ട് എന്ന് ഇവനെ അവന്റെ ഒരു സുഹൃത്ത് അറിയിക്കുകയാണ്. ഇതോടുകൂടി ഇവനിൽ ആ പകയുടെ കനലെറിയാൻ തുടങ്ങി. അവൻ 7 ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്ന് മുസാഫർപൂരിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ ചൊവ്വാഴ്ച രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. വീടിന് പുറത്തേക്ക് അവളോട് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൾ തയ്യാറായില്ല. ഫോണിലൂടെ വലിയ വഴക്കിട്ടു. ഒടുവിൽ അവൻ ആ വീട്ടിലേക്ക് ആരും കാണാതെ അതിക്രമിച്ചു കയറി. വീട്ടിലുള്ള എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. വീട്ടിനുള്ളിൽ വെച്ചും ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും തമ്മിൽ തർക്കമായി. ആ സമയം അവൻ കരുതിയിരുന്ന പിസ്റ്റൾ എടുത്ത് അവളുടെ തലയിലേക്ക് വെടിയുതിർത്തു. ആ കൊലപാതകം കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുക എന്നുള്ളതായിരുന്നു അവന്റെ തീരുമാനം. പക്ഷെ വഴിയിൽ വെച്ച് അവനൊരു പോലീസ് ജീപ്പ് കാണുകയാണ്. അപ്പോൾ ആകെ വെപ്രാളമായി. പോലീസിനെ കണ്ടതും അവൻ ഓടി. പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു. അങ്ങനെ എല്ലാ സംഭവവും ഒന്നൊന്നായി അവൻ എണ്ണി പറഞ്ഞു. ഈ സമയം അത്രയും ആ വീട്ടുകാർ, പെൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ മകൾ അതവിടെ മരിച്ചു കിടക്കുകയാണ് സ്വന്തം വീടിനുള്ളിലെന്ന്. लड़का जिसने अपना नाम विक्की कुमार बताते हुए तथा घर मंसूरपुर बताते हुए बताया कि उसने प्रेम प्रसंग में शक होने के कारण एक लड़की की गोली मारकर हत्या कर दी है। तत्काल लड़के को हिरासत में लेकर उसकी तलाशी ली गई तथा पूछताछ की गई। उसके तलाशी लेने पर उसके पास एक पिस्टल बरामद हुआ। साथ ही साथ जब घटना का सत्यापन कराया गया, घटना सही पाई गई। लड़के को गिरफ्तार कर लिया गया है। घटनास्थल से एक खोखा भी बरामद किया गया है। साथ ही साथ एफएसएल की टीम को बुलाकर आवश्यक साक्ष्य संकलन किया जा रहा है। उग्रतर विधि सम्मत कार्रवाई की जा रही है। ഏതാണ്ട് പുലർച്ചെ 2:30 പോലീസ് ആ വീട്ടിലെത്തി അവരെ വിളിച്ചുണർത്തി. വീട്ടിൽ പരിശോധിച്ചപ്പോൾ ആ വീടിന്റെ ഉള്ളിൽ ഒരു നടുമുറ്റം പോലുള്ള ഇടത്ത് രക്തം വാർന്നു കിടക്കുന്ന നിലയിലായിരുന്നു ആ പെൺകുട്ടി. മൃതദേഹം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അടുത്തുള്ള ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെടിവെച്ച പിസ്റ്റളും പോലീസ് കണ്ടെടുത്തു. അപ്പോഴാണ് അവരറിയുന്നത് തങ്ങളുടെ മകൾ തങ്ങളുടെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നുവെന്ന്. നടലും അത്യന്തം ദാരുണമായിട്ടുള്ള സംഭവത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല ആ കുടുംബത്തിന്.
7 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. മൃതദേഹം വീപ്പയ്ക്കുള്ളിൽ. പ്രതിയുടെ മൃതദേഹം പിന്നീട് കുളത്തിൽ പൊങ്ങി. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. അന്നമയ ജില്ലയിലെ മദനപ്പള്ളി നീരുകാട്ടുവാരപ്പള്ളിയിൽ ആണ് 7 വയസ്സുകാരി ബലാത്സംഗത്തിനിരയാവുന്നതും കൊല്ലപ്പെടുന്നതും. അയൽവാസിയാണ് ആ യുവാവ്. 30 വയസ്സുകാരനായിട്ടുള്ള കുലവർദ്ധൻ എന്നാണ് അയാളുടെ പേര്. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം വെള്ളം നിറച്ചു വെച്ചിരുന്ന വീപ്പയിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. തിങ്കളാഴ്ച 2ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ കാണാതാവുന്നത് അന്നാണ്. എത്ര തിരഞ്ഞിട്ടും എത്ര അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടി കുടുംബം പോലീസിൽ പരാതിയുമായെത്തി. അതിനുശേഷം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച പോലീസ് നഗരം മുഴുവൻ തെരച്ചിൽ നടത്തി. പ്രതിയുടെ വീട്ടിലെ വീപ്പയ്ക്കുള്ളിൽ നിന്നാണ് അവളുടെ മൃതദേഹം ഒടുവിൽ കണ്ടെത്തുന്നത്. മദ്യത്തിനടിമയാണ് ആ പ്രതി കുലവർദ്ധൻ. ആ പെൺകുട്ടിയെ, ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹം രാത്രി മുഴുവനും ഇയാൾ താമസിച്ചിരുന്ന ആ മുറിയിൽ സൂക്ഷിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഈ സംഭവത്തെ തുടർന്ന് ആ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നാട്ടുകാർ ഒന്നടങ്കം ഒത്തുകൂടി വലിയ തോതിൽ ആ പ്രതിയുടെ വീട്ടിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ദേശീയപാതയടക്കം മണിക്കൂറുകളോളം ആ നാട്ടുകാർ ഉപരോധിച്ചു. അങ്ങനെയാണ് പ്രതിഷേധം. അതേസമയം ഈ പ്രതി കുൽവർദ്ധന്റെ മൃതദേഹം പിന്നീട് ഒരു കുളത്തിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ആ വീടിന് കുറച്ചു ദൂരെ കൂരബലക്കോട്ടയിലെ കനസാനി വാരപ്പള്ളിയിൽ അവിടെ ഒരു കുളം. ആ കുളത്തിലാണ് മരിച്ച നിലയിൽ ഈ പ്രതിയെ കുലവർദ്ധനെ കണ്ടെത്തുന്നത്. ആ മൃതദേഹം പരിശോധിക്കുമ്പോൾ അതിന്റെ മുഖത്ത് ചോരയുണ്ട്, പരിക്കുകളുണ്ട്. ബലമായി 2 കൈകളും ഉയർത്തിപ്പിടിച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ മരണകാരണം സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നു. അതൊരു ആത്മഹത്യയാണ് എന്നുള്ള പ്രാഥമിക നിഗമനമില്ല, അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയില്ല. ആ മൃതദേഹത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് ഈ കുലവർദ്ധൻ എന്ന പ്രതിയുടെ മരണത്തിന് കാരണമെന്ന വ്യക്തത വരൂ. ധടലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കുലവർദ്ധൻ. ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് വീപ്പയിലിട്ട് മുക്കിക്കൊന്ന ശേഷം ആ കുളത്തിൽ ആ മൃതദേഹം പൊങ്ങുന്നു. ഒരുപക്ഷെ വളരെ കോപിഷ്ഠരായിരുന്ന നാട്ടുകാരുടെ മുന്നിൽ പെട്ട് അവിടെ ഒരു നാട്ടുകാരുടെ മർദ്ദനത്തിൽ ഉണ്ടായ മരണമാണോ എന്നുള്ളത് പോലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു ആലോചനയും പോലീസിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നടക്കാൻ പോയ ഒരു അച്ഛനെ മകൻ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിച്ചു കൊന്നു. കൊലപാതകം അത് സ്വത്ത് തർക്കത്തെ തുടർന്ന്. പ്രതിയെ കണ്ടെത്താൻ വ്യാപക അന്വേഷണം. ബംഗളൂരുവിലെ ദൂതനഹള്ളിയിൽ നിന്നുള്ള വാർത്തയാണ് തുനിത അവറിനി പരിശോധിക്കുന്നത്. ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്നും വിരമിച്ച
ഈ ദൂത്തനഹള്ളി സ്വദേശിയായിട്ടുള്ള 71-കാരൻ, അദ്ദേഹത്തിന്റെ പേര് മുനി കൃഷ്ണപ്പ എന്നാണ്. മുനി കൃഷ്ണപ്പയാണ് സ്വന്തം മകന്റെ മർദ്ദനത്തിൽ മരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പോലീസ് പറയുന്നു. മകന് 45 വയസ്സുണ്ട്. അവന്റെ പേര് മോഹൻകുമാർ എന്നാണ്. മോഹൻകുമാറാണ് ഈ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് നടക്കാൻ പോയ മുനികൃഷ്ണപ്പയെ പിന്തുടർന്ന് തലയ്ക്ക് മർദ്ദിച്ച് വീഴ്ത്തിയത്. സംഭവത്തിന് ശേഷം മോഹൻ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോലീസിന്റെ ಅನ್ವೇಷಣೆ പോകുന്ന ദിശയും ಅದು ತന്നെയാണ്. ಬಂದ್ಬಿಟ್ಟು ಮುನ್ನಿ ಕೃಷ್ಣಪ್ಪ ಅಂತೇಳಿ ಇವರು 70 ವರ್ಷ ವಯಸ್ಸು. ಇವ್ರ ಮಕ್ಕಳ ಮಧ್ಯದಲ್ಲಿ ಪ್ರಾಪರ್ಟಿ ಮತ್ತೆ ಕುಟುಂಬ ಅಂದ್ರೆ ಏನು ಫ್ಯಾಮಿಲಿ ಡಿಸ್ಪ್ಯೂಟ್ ಸಂಬಂಧಪಟ್ಟಂಗೆ ವಿಚಾರ ಇರುತ್ತೆ. ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂಗೆ 14ನೇ ತಾರೀಕು ಸುಮಾರು 9:30 10:00 ಮಧ್ಯದಲ್ಲಿ ಅವರು ನಾಯಿನ ಹಿಡ್ಕೊಂಡು ಹೊರಗಡೆ ಹೋಗ್ಬೇಕಾದ್ರೆ ಏನೋ ಕಟ್ಟಿಗೆ ತಗೊಂಡ್ಬಿಟ್ಟು ಈ ಆರೋಪಿಗಳು ಅವರಿಗೆ ಅಸಾಲ್ಟ್ ಮಾಡಿದ್ದಾರೆ ಅಂತಕ್ಕಂಥದ್ದು ಕಂಪ್ಲೇಂಟ್ ಅಲ್ಲಿರುತ್ತೆ. ಸೊ ಅದ್ರ ಪ್ರಕಾರ ನಾವು 307 ಕೇಸನ್ನ ರಿಜಿಸ್ಟರ್ ಮಾಡಿ ಆಮೇಲೆ ಆರೋಪಿನ ಸೆಕ್ಯೂರ್ ಮಾಡ್ತೀವಿ. ಮೋಹನ್ ಕುಮಾರ್ ಅಂತಕ್ಕಂಥವ್ರು ಆರೋಪಿ. ಇವ್ರ ಆರೋಪಿ ಏನ್ ಮುನಿಕೃಷ್ಣ ಇದ್ದಾರೆ, ಮುನಿಕೃಷ್ಣಪ್ಪ ಅವ್ರ ಮಗ. ಸೊ ಇವರು ತಂದೆ ಮತ್ತೆ ಮಕ್ಕಳ ಮಧ್ಯದಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ಡಿಸ್ಪ್ಯೂಟ್ ಮಧ್ಯದಲ್ಲಿ ಮಕ್ಕಳು ತಂದೆಗೆ ಹೊಡೆದ್ಬಿಟ್ಟು ಇದು ಅಟೆಂಪ್ಟ್ ಟು ಮರ್ಡರ್ ಮಾಡಿರ್ತಕ್ಕಂಥದ್ದು ಅವ್ರದ್ದು ಡೆತ್ ಆಗಿದೆ ಅಂತ ಹೇಳಿ. ಸೊ ಅದಕ್ಕೆ ನಾವು 302 ಸೆಕ್ಷನ್ ಅಂದ್ರೆ ಈಗ 103 BNS അടിಯಲ್ಲಿ ಅದನ್ನ സെക്ഷൻ ഇൻവോക്ക് ಮಾಡಿ ഇൻവെസ്റ്റിഗേഷൻ ಅನ್ನ ಕಂಟಿನ್ಯೂ ಮಾಡಿದ್ದೇವೆ. ഈ മുനികൃഷ്ണപ്പയുടെ നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാരാണ് ഓടിയെത്തുന്നത് ആദ്യം. എന്നിട്ട് ആശുപത്രിയിലേക്ക് മുനികൃഷ്ണപ്പയെ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ചികിത്സയിലായിരുന്ന മുനികൃഷ്ണയപ്പ തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് മരിക്കുന്നത്. ഈ മരുമകളായിട്ടുള്ള ദിവ്യ, അവൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഇന്ദിരാനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതുവരെയും ആ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്താണെങ്കിലും ഇവർക്കിടയിൽ സ്വത്ത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ അത് രൂക്ഷമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുനികൃഷ്ണപ്പ എന്ന ഈ പിതാവ് അല്പം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പിതാവായി തന്നെ കണക്കാക്കുന്നു. അപ്പോൾ 45-കാരനായ ഇദ്ദേഹത്തിന് തന്റെ സ്വത്തുവകകൾ അത് ക്രയവിക്രയം ചെയ്യാനുള്ള സാഹചര്യമോ അവകാശമോ നൽകിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം കാലങ്ങളായി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തർക്കം അവർക്കിടയിൽ നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ തർക്കം ഏറ്റവും ഒടുവിൽ സ്വന്തം അച്ഛനെ കൊല്ലാനുള്ള തീരുമാനത്തിലേക്കാണ് അയാളെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ വളരെ ആസൂത്രിതമായി ഭക്ഷണം കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് മുനികൃഷ്ണപ്പ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നടക്കാനിറങ്ങിയപ്പോൾ പിന്തുടർന്നെത്തി ഒരു ബേസ്ബോൾ ബാറ്റ് കൊണ്ട് തലക്കടിച്ച് ആ പിതാവിനെ വീഴ്ത്തി. പിന്നാലെ ആ പിതാവിന്റെ മരണവും. പതിനഞ്ചുകാരനായ മകനെ രക്ഷിക്കുന്നതിനിടെ പിതാവ് വെടിയേറ്റു മരിച്ചു. രാജ്യ തലസ്ഥാനത്തെ നന്ദനാഗിരിയിൽ വ്യാപക പ്രതിഷേധം. ഡൽഹിയിലെ നന്ദനാഗിരി എന്ന സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. മുഹമ്മദ് ഉമറുദ്ദീൻ എന്ന 35-കാരനാണ് സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ആ സംഘർഷ സ്ഥലത്തേക്ക് എത്തുന്നത്. ആ ഇടപെടലിനിടെ ഉണ്ടായത് അദ്ദേഹത്തിന് നേരെ ഒരു വെടിയേൽക്കുന്ന സാഹചര്യം. അവിടുത്തെ ബാഡെ എന്ന സ്കൂളിന് സമീപമായിരുന്നു ഈ തർക്കവും സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. വെടിയേറ്റു വീണു ഒരാൾ എന്ന സംഭവം അറിഞ്ഞ് പോലീസ് എത്തും മുമ്പേ തന്നെ നാട്ടുകാർ ചേർന്ന് ഉമറുദ്ദീനെ GTB എന്ന ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിൽ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർമാർ അവിടെ എത്തിയപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകളൊക്കെ ശേഖരിച്ചു. പ്രായപൂർത്തിയാകാത്തവരാണ് ഈ പ്രതികൾ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ കുട്ടികൾ തമ്മിലുള്ള തർക്കത്തിനിടെയാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. അതിന് തുടക്കം അങ്ങനെയാണ്. ഉമറുദ്ദീന്റെ മകൻ ട്യൂഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് നടന്നു വരുന്ന സമയം അപ്പോൾ അവിടെ വെച്ച് ഇവന്റെ സുഹൃത്തുക്കളെ കുറച്ചു പേർ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് കണ്ടു. അങ്ങനെ അതിൽ ഈ ഉമറുദ്ദീന്റെ മകൻ ഇടപെടുകയാണ്.
ഈ സുഹൃത്തുക്കളെ രക്ഷിക്കാനായി ചെന്നതോടുകൂടി ആ തർക്കം രൂക്ഷമായി. മർദ്ദനമേറ്റു. ഉമറുദ്ദീനെ ഉടൻ തന്നെ വിളിച്ച് ഈ മകൻ കാര്യം പറഞ്ഞു. വലിയ തോതിൽ മർദ്ദനമേറ്റു. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലായിരുന്ന ഉമറുദ്ദീൻ ഓടിയെത്തുന്നത് ആ സ്ഥലത്തേക്ക്. ആ സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ തർക്കമുണ്ടാക്കിയ മർദ്ദിച്ചവരെ പിടിച്ചു മാറ്റി. അവരൊക്കെ തിരികെയും ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായി. ഈ സമയത്താണ് ആ കൊലപാതകം വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഉമറുദ്ദീന്റെ ഭാര്യ സഹോദരി तो जिनके न तो छोड़ दे, जिनसे हो रहा था मेरे भांजे को पकड़ लिया, कह दिया कि ये सिटीन का रहने वाला लड़का, इसे पकड़ो और इसे मारो। मेरे भांजे को खूब मारा उन लड़कों ने, बहुत सारे थे। फिर मेरे भांजे के कपड़े वपड़े भी फाड़ दिए। फिर मेरे भांजे ने अपने पापा को फोन करा कि पापा जल्दी आ जाओ, मेरे जीजा चाय पी रहे। तो मेरे जीजा जी छोड़ के चाय चले गए। वहाँ जाकर देखा तो उसे मार रहे थे मेरे भांजे को। फिर इतने में उनका खबर आई कि गोली लग गई उनके। जी उस वक्त जीजा और बहन दोनों गए थे? जी दोनों गए थे। ഈ നേരെ വെടിയുതിർക്കുകയായിരുന്നില്ല. ആദ്യം ഇവർ ആകാശത്തേക്ക് 2-3 തവണ വെടിവെച്ചു. അതിനുശേഷമാണ് ഉമറുദ്ദീന്റെ നെഞ്ചിലേക്ക് നേരെ നിറയൊഴിക്കുന്നത്. ജാതി പറഞ്ഞായിരുന്നു അവിടെ വെടിവെപ്പുണ്ടായത് എന്നാണ് ഉമറുദ്ദീന്റെ കുടുംബം, ഉമറുദ്ദീന്റെ ഭാര്യയും ഒക്കെ, ഭാര്യ റാബിയ എന്നാണ് അവരുടെ പേര്, അവർ ആരോപിക്കുന്നത്. मेरा बेटा ट्यूशन गया था। मेरा बेटा ट्यूशन गया था, वहाँ से आ रहा था तो वहाँ लड़ाई हो रही होगी। तो उन लोगों ने कहा इसे रोक के ना इससे पूछा ये सिटीन का है, इसे मारो। इस मुसलमान है, इसे मारो, ठीक है। और इसको इतना मारा कि इसके कपड़े तक, तो इनने अपने लड़कों को बुला लिया होगा, साथ के 2-3 जने थे ये। उनको भी बच्चों को इतना मारा कि वो चप्पल छोड़ के भागे, एक का सर फाड़ दिया। और अम्मी रुको एक मिनट, उसे इतना मारा इन्हें बच्चों को। तो इनने मुझे फोन करा, पापा जल्दी आओ, मुझे बहुत मार रहे हैं यहाँ के लड़के। सोनू और उसका भाई सरदार, ये सब मुझे मारे। उसके साथ के जो लड़के पापा मुझे, तो उसके पापा चाय पी रहे थे। हम जैसे गए ना तो भीड़ लग रही थी। तो वो बोले, इसके पापा ने जैसे बेल्ट उतारी ना वहाँ पर मारने के लिए, तो भीड़ इधर होके ना वहाँ से अड्डे चलाने लगी वो। फिर हम इधर से हमारी तरफ से भी 1-2 अड्डे चले अपनी സേഫ്റ്റി के लिए। റാബിയ ഉമറുദ്ദീന്റെ ഭാര്യയാണ് സംസാരിച്ചത്. അവർ പ്രതികളെന്ന് ഇവർ പറയുന്ന ആളുകളുടെ പേരുകളൊക്കെ പറയുന്നു. പക്ഷേ ഇതുവരെയും അവരിലേക്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു ഉമറുദ്ദീന്റെ ദാരുണാന്ത്യം. ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് അയാൾ. അന്ന് അവധിയൊക്കെ എടുത്ത് വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള തിരക്കിലായിരുന്നു, തീരുമാനത്തിലായിരുന്നു ആ കുടുംബം മുഴുവൻ. പക്ഷെ അന്ന് തന്നെ ആ വീട്ടിൽ ആ ഗൃഹനാഥന്റെ അന്ത്യം സംഭവിച്ചു. എന്താണെങ്കിലും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് വലിയ പോലീസ് സാന്നിധ്യമുണ്ട്. ആ പോലീസ് സാന്നിധ്യത്തിന്റെ സാഹചര്യം അങ്ങനെയാണ്. എന്താണെങ്കിലും കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസ് പോകുന്നു. അതിൽ ഒരു പ്രതികളെയൊക്കെ ഉടൻ തന്നെ പിടികൂടുമെന്ന പ്രതീക്ഷയാണ്. അവറിന്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.